കായംകുളത്തെ മഫ്തിയിലെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത്. പുല്ലുകുളങ്ങര സ്വദേശി ശ്രീലാലിന്റെ വീട്ടിൽ മദ്യവിൽപ്പന നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ശ്രീലാലും അച്ഛനും ഭാര്യയും അമ്മയും ചേർന്നാണ് ഈ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത്. മദ്യക്കുപ്പികൾ അമ്മയും ഭാര്യയും ചേർന്ന് എറിഞ്ഞു പൊട്ടിച്ചുവെന്ന് എക്സൈസ് പറയുന്നു. മനീഷ് മെഹ്വാൽ വിവരങ്ങൾ നൽകും. മനീഷ്, അപ്പോൾ വലിയ പരിക്കുണ്ടോ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക്? ഈ പറയുന്ന ശ്രീലാലും കുടുംബവും, അതായത് കുടുംബപരമായി തന്നെ ഇവർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചായിരുന്നു ഈ അനധികൃത മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് എന്താണ് മനസ്സിലാവുന്നത്? ഒപ്പം ആരെങ്കിലും പോലീസ് പിടികൂടിയോ? ശ്രീലാൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ കായംകുളത്താണ് ഇങ്ങനെ ഒരു അക്രമം, ഇങ്ങനെ ഒരു മർദ്ദനം എക്സൈസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്നത്. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരാണ്, വർഗീസ് പയസും രാജേഷും. ഇവർ 2 പേരാണ് എക്സൈസിന്റെ സ്ക്വാഡായി മഫ്തി വേഷത്തിലാണ്. ശ്രീലാൽ, പുല്ലുകുളങ്ങരയിലുള്ള ശ്രീലാൽ എന്നയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇയാളുടെ വീട്ടിൽ ഇന്ന് മദ്യവിൽപ്പന നടക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി. ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ ഇന്ന് ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ മദ്യവിൽപ്പനയില്ല. ഇത് മറയാക്കിക്കൊണ്ട് വീട്ടിൽ മദ്യം ഒഴിച്ചു കൊടുത്തുള്ള വിൽപ്പന നടക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ക്വാഡ് അങ്ങോട്ടേക്ക് പോയത്. ആദ്യം ജീപ്പ് 100 മീറ്റർ മാറി നിർത്തിയത്. മറ്റു ഉദ്യോഗസ്ഥർ മാറി പുറത്തു വന്ന ശേഷം 2 ഉദ്യോഗസ്ഥർ മാത്രം വീടിനുള്ളിൽ കയറി. അങ്ങനെ വീടിനുള്ളിൽ കയറി പരിശോധന നടത്തുന്ന സമയത്താണ് ഈ 4 പേർ, അതായത് ശ്രീലാലും ശ്രീലാലിന്റെ അച്ഛനും ഭാര്യയും അമ്മയും ചേർന്ന് ഈ 2 ഉദ്യോഗസ്ഥരെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇവർ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. പിന്നീട് മറ്റുദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്ന സമയത്ത് ഇവർ 4 പേരും ഓടി രക്ഷപ്പെടുന്ന സമയത്ത് പൊട്ടുന്ന കുപ്പിയുള്ള മദ്യം ഉടൻ തന്നെ വീടിന്റെ പിന്നിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് എക്സൈസിന്റെ വിശദീകരണം. ഈ 2 ഉദ്യോഗസ്ഥർ, അതായത് രാജേഷും ഒപ്പം തന്നെ ഈ വർഗീസ് പൈസ്, ഈ 2 ഉദ്യോഗസ്ഥരെയും നിലവിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേർക്കും കഴുത്തിനും നടുവിനും കാലിനും പരിക്കുണ്ട്. കൈകൊണ്ട് ഗുരുതരമായി ഇടിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ശ്രീലാലും ഒപ്പം തന്നെ ശ്രീലാലിന്റെ കുടുംബാംഗങ്ങളും ഒളിവിലാണ്. ഇവർ വീട്ടിൽ ഇങ്ങനെ ഡ്രൈ ഡേ ദിവസങ്ങൾ അല്ലെങ്കിൽ മദ്യം ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ ലഭിക്കാത്ത സമയങ്ങളിൽ ദിവസങ്ങളിലൊക്കെ തന്നെ വിൽപ്പന നടത്തുന്നതെന്നാണ് നേരത്തെയും പരാതി ലഭിച്ചിരുന്നത്. എന്താണെങ്കിലും ഇപ്പോഴിതാ കായംകുളത്ത് പുല്ലുകുളങ്ങര പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ മർദ്ദനം ഏൽക്കുന്നത്. ഷിഹാസ്. ശരി, മനീഷ് മെഹ്വാലാണ് സംസാരിച്ചത്.